എട്ടാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയുടെ ഫൈനൽ എക്സാം 2025-2026 ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയുടെ ഒരു വിശകലനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് ആദ്യത്തെ പാർട്ട്. 1 മാർക്കായിരുന്നു ഒരു ചോദ്യത്തിന്. ആദ്യത്തെ ചോദ്യം: നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതൻ നോമനെ മാപ്പ് നൽകൂ പനിനീർപ്പൂവ്. ഈ വരികളിൽ തെളിയുന്ന കവിയുടെ മാനസികാവസ്ഥ എന്ത്? ഓപ്ഷൻസ്: കുറ്റബോധം, അഹംബോധം, സ്വാർത്ഥത, അസൂയ. ഏതായിരുന്നു ഉത്തരം? എ ആണ് കുറ്റബോധം. 2. നീഹാരക്കോടിയിട്ട സരയുതടം, ഓർമ്മയിലെ തീനാളങ്ങൾ. ഇവിടെ നീഹാരം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? മഴ, കുന്ന്, മഞ്ഞ്, പുഴ എന്നിവയായിരുന്നു ഓപ്ഷൻസ്. ഉത്തരം മഞ്ഞായിരുന്നു. 3. താഴെ പിരിച്ചെഴുതിയവയിൽ ശരിയായവ ഏതെല്ലാം? പാട്ടിൽ ഊഞ്ഞാലാടി, പാട്ടിൽ ഊഞ്ഞാലാടി, ശാസനയുമാണ്, ശാസനയും മാണ്, മിന്നുമീരല, മിന്നും ഇല, കിനാവായും, കിനാവ് ആയും. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ്. അതായത് പാട്ടിൽ ഊഞ്ഞാലാടി എന്നതും കിനാവായും എന്നതുമാണ് ശരിയായിട്ട് പിരിച്ചെഴുതിയിട്ടുള്ളത്. ശാസനയുമാണ് എന്നത് ശാസനയും അധികം ആണ് എന്നാണ് എഴുതേണ്ടത്. മിന്നുമീരല, മിന്നും അധികം ഈരല എന്നതാണ് അങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ശരിയായിട്ടുള്ള സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. 4. കാളകളുടെ കടിഞ്ഞാൻ ഒന്ന് കെട്ടിവലിച്ചിട്ട് ഒരൊറ്റ ആക്രോശം, ഉരുക്കൾ പറന്നു തുടങ്ങും. ജോസഫ്. ഈ സന്ദർഭത്തിൽ ഉരുക്കൾ എന്ന് സൂചിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻസ്: പക്ഷികൾ, കാളകൾ, കലപ്പ, വിത്തുകൾ. ഇവിടെ ഉരുക്കൾ എന്ന് പറയുന്നത് കാളകളെയാണ്. ഇനി 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ ചോദ്യം: നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കാം. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. സ്വപ്നച്ചിറകിൽ. മലാല യൂസഫ്സായിയുടെ വാക്കുകളാണിവ. മലാലയുമായുള്ള അഭിമുഖത്തിന് അവസരം കിട്ടിയാൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രസക്തമായ 3 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ചോദ്യം 6: നാടോടി പാട്ടുപാടി വയലേലകൾക്കിടയിൽ കൂടി പാദസരമിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ നിളാതീരത്ത്. ഇവിടെ നാടോടി പാട്ടുപാടി എന്ന പദം അടിവരയിട്ടിട്ടുണ്ട്. അടിവരയിട്ട പദത്തിന് പകരം നാടോടി പാട്ടുപാടി എന്ന് വേറിട്ട് എഴുതിയാൽ വാക്യത്തിന് വരുന്ന അർത്ഥവ്യത്യാസം എന്ത്? കണ്ടെത്തി എഴുതുക. അതായത് നാടോടി പാട്ടുപാടി എന്ന് ഒന്നിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതിനെ പിരിച്ച് നാടോടി പാട്ടുപാടി എന്നിങ്ങനെ 2ആയി എഴുതിയാൽ എന്താണ് ആ വാക്യത്തിന് വരുന്ന അർത്ഥവ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ചോദ്യം 7ന് ഓപ്ഷൻസ് ഉണ്ട്, എയും ബിയും. അപ്പോൾ ചോദ്യം എ: കൈകളിൽ പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും മറക്കുമോ നിങ്ങൾ. വരികളിലെ കാവ്യഭംഗി വിശദമാക്കുക. അപ്പോൾ ഈ വരികളുടെ കാവ്യഭംഗി എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ചോദ്യം ബി: അച്ഛനെ പോലെ ഉടുക്കുന്നോനെന്നിട്ട് നൽച്ചേല കൊണ്ടങ്ങുടുക്കും നന്നായി, മാനിച്ചു നിന്നച്ഛൻ കുമ്പിട്ട നേരത്തങ്ങാന കളിക്കും മുതുകിലേറി. ബാലലീല. കുസൃതി കുടുക്കയായ ഒരു കുഞ്ഞിൻ്റെ ചിത്രം ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? വ്യക്തമാക്കുക. അപ്പം നമുക്ക് ഉത്തരം നോക്കാം. അടുത്ത പാർട്ട് 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കാണ് ഒരു ചോദ്യത്തിന്. ചോദ്യം 8: ജോസഫിൻ്റെ കാലൂന്നുന്ന വയൽ താനെ പൊലിക്കുമെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു. എനിക്കിത്തിരി നിലം തരുമോ ഈ വിത്ത് വിതയ്ക്കാൻ? അയാൾ പൊട്ടിക്കരഞ്ഞു. ജോസഫ്. നിസ്സഹായനായ ഒരു കർഷകന്റെ നേർചിത്രമാണ് ജോസഫിൻ്റെ ജീവിതം. ഈ പ്രസ്താവനയോട് പ്രതികരിച്ച് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് അഭിപ്രായക്കുറിപ്പ് എഴുതുക എന്ന് നോക്കാം.
ചോദ്യം 9. അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും പരസ്പരം എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയുമേകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള 2-3 ദിവസത്തെ കപ്പവാട്ട് പര്യവസാനിക്കുന്നത്. കപ്പവാട്ടിൻ്റെ കഥ. ഇത്തരം കൂട്ടായ്മകൾ ഇന്നും നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. ചോദ്യം 10. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്. MD വാസുദേവൻ നായർ. ഞാൻ 3 ഭാഷകൾ സംസാരിക്കുന്നു, 2 ഭാഷകൾ എഴുതുന്നു, പക്ഷേ സ്വപ്നം കാണുന്നത് എൻ്റെ സ്വന്തം ഭാഷയിലാണ്. മാധവിക്കുട്ടി. മുകളിൽ നൽകിയ സൂചനകളിലെ ആശയവും മാതൃഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും ഉൾപ്പെടുത്തി എൻ്റെ മലയാളം എന്ന ശീർഷകത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എൻ്റെ മലയാളം എന്ന ശീർഷകത്തിൽ എങ്ങനെയാണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. ചോദ്യം 11 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, വീടും പറമ്പും ഗോപന്റെ ഷെയറാ, അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. തിങ്കളാഴ്ച നല്ല ദിവസം. ഇവൻ്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോവുകയാണ്. അങ്ങ് കിഴക്കൻ നാട്ടിൽ ഇവൻ്റെ അമ്മാവൻ്റെ കൂടെ കഴിയാനാണ് വിചാരിക്കുന്നത്. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. 2 പാഠസന്ദർഭങ്ങളിലെയും കുടുംബ ബന്ധങ്ങളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ 2 പാഠഭാഗങ്ങളുടെയും ഈ സന്ദർഭങ്ങൾ താരതമ്യം ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ബി. ഞാനും അച്ഛനും ഇറങ്ങിച്ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിൻ്റെ ക്യാമറാമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ്. ചിത്രവും നോവൽ ഭാവവും പരിഗണിച്ച് സമകാലിക മാധ്യമ രീതികളെ വിമർശനാത്മകമായി വിലയിരുത്തുക. ഈ സമകാലിക മാധ്യമ രീതികളെ എങ്ങനെയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവരുടെ ആ പ്രവൃത്തികൾ എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്നതൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിതിനെ വിമർശനാത്മകമായി വിലയിരുത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നോവൽ ഭാഗവും ഈ തന്നിട്ടുള്ള ചിത്രവും പരിഗണിച്ച് സമകാലിക മാധ്യമ രീതികളെ വിമർശനാത്മകമായി വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇനി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്. 12ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ എ, ഉള്ളം കൈയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളുണ്ടത്രേ. 3 ഏക്കർ നിലം ഉണ്ടായിരുന്നത്രേ. കൃഷി. അത്തിക്കോട്ടിലേക്ക് വേണ്ടി നട്ടുണ്ടാക്കിയ ഫലവൃക്ഷങ്ങളുടെ തൈകളൊക്കെ എന്തു ചെയ്യണം? കൊണ്ടുവരാൻ കുറേയേറെ ആലോചിച്ചു. വിത്തും കൈക്കോട്ടും. വിത്തും വിത്തവും എന്ന യൂണിറ്റിലെ ആശയവും കൃഷിയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിശകലനം ചെയ്ത് പാഠം പകരുന്ന ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് പാഠം പകരുന്ന ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കൃഷിയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും കൃഷിയുടെ പ്രാധാന്യവും ഒക്കെ ഉൾക്കൊള്ളിച്ച് വേണം പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ പ്രഭാഷണം എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. ആശയം, പ്രയോഗഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കവിത ശിവദാസ് പുറമേരിയുടെ
കൃതാർത്ഥ എന്നതാണ് കവിതയുടെ പേര്. പൊരുതുന്നു നീ വീണ്ടും തോൽക്കുവാൻ മാത്രം, കത്തുന്ന തിരിക്കുമേൽ ഇരുട്ടിൻ പരിഹാസം, കാറ്റത്ത് ഏകാഗ്രത കൈവെടിയാതെ അല്പം ഉലഞ്ഞെങ്കിലും കെട്ടുപോകാത്ത മറുപടി, ദുർബലമാണെങ്കിലും എൻ്റെ വെളിച്ചം നിന്നെ ഇത്തിരി പൊള്ളിച്ചെങ്കിൽ അത്രയും കൃതാർത്ഥ ഞാൻ. അപ്പോൾ കൃതാർത്ഥ എന്ന വാക്കിൻ്റെ അർത്ഥം സംതൃപ്തയായവൾ എന്നാണ്. അപ്പോൾ ഈ ഒരു കവിതയ്ക്ക് അതിൻ്റെ ആശയം, പ്രയോഗഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറിപ്പ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം.